പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ കണ്ണയുടെ മണിക്കൂറിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമുക്ക് എളിമയുള്ള നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ ഈശോയുടെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ ഒരുപാട് ജോലി തിരക്കുകളിലും ജീവിതത്തിൻ്റെ എല്ലാവിധമായ വ്യഗ്രതകളിൽ നിന്നും മാറി ദൈവത്തോടൊപ്പമായിരിക്കാൻ ദൈവം അനുവദിച്ച് നൽകുന്ന ഈ സമയം ഈശോയെ നന്ദിയോടെ ഓർക്കുന്നു. ഞങ്ങളെ വിളിച്ച് മാറ്റി നിർത്തി നിൻ്റെ കൂടെ ആയിരിക്കുവാൻ നീ തന്ന നിൻ്റെ കാരുണ്യത്തെയും നീ നൽകുന്ന കൃപയെയും ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറഞ്ഞ് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ശാന്തമായൊരു ഹൃദയത്തോടെ ആയിരിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ശാന്തമാവുക, അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 23-ാം അധ്യായം 23-ാം വചനം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം, വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ? കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം, വിദൂരത്തായിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ? ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിന് നൽകുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ വചനഭാഗം നമ്മൾ ശ്രദ്ധയോടെ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ കർത്താവ് ചോദിക്കുന്ന ഈ ചോദ്യവുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ച് കേൾക്കുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: താലന്തുകളുടെ ഉപമ. ഒരു യജമാനൻ യാത്ര പുറപ്പെടുമ്പോൾ തൻ്റെ വേലക്കാരെ വിളിച്ചിട്ട് അവർക്ക് 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത്, 3 പേർക്കും അവരുടെ കഴിവനുസരിച്ച് യജമാനൻ തൻ്റെ സ്വത്ത്, തൻ്റെ സമ്പാദ്യം അവർക്ക് ഏൽപ്പിച്ചിട്ട് അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്. യജമാനൻ കൂടെയില്ലാത്ത ജീവിതമായിരുന്നു ആ സമയത്ത് അവരെന്ത് ചെയ്തുവെന്ന് തുടർന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 5 താലന്ത് കിട്ടിയ ആ ഭൃത്യൻ അവൻ ചെയ്തത് 5 കൂടെ വ്യാപാരം ചെയ്ത് അവൻ 5 കൂടെ സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയ ആളാവട്ടെ 2 കൂടെ സമ്പാദിച്ചു. 1 താലന്ത് കിട്ടിയ വ്യക്തിയാവട്ടെ അദ്ദേഹം യജമാനനെ ഭയന്ന് കുഴിയുണ്ടാക്കി ആ താലന്ത് കുഴിച്ചിട്ടു. നമ്മൾ വളരെ ശ്രദ്ധയോടെ നോക്കിക്കഴിയുമ്പം നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള ചില സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവും. കാരണം ഇത് വളരെ വ്യക്തമായി വചനം പറയുന്നൊരു കാര്യമാണ്. ഈശോയുടെ 2ാം വരവിനെക്കുറിച്ചും വിധിയെക്കുറിച്ചുമൊക്കെയുള്ള ഒരു റെഫറൻസ് നമുക്ക് ഈ ബൈബിൾ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. കാരണം നമുക്ക് നൽകാവുന്നതൊക്കെ നൽകിയിട്ട് ഒരു യാത്ര പുറപ്പെട്ട ഒരു യജമാനൻ, ആ യജമാനൻ തിരിച്ചു വരുമ്പം ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട് അദ്ദേഹം കണക്ക് തീർത്തുവെന്ന്. നമ്മളും ഒരു ദിവസം ദൈവസന്നിധിയിൽ നിൽക്കും. നമുക്ക് ദൈവം അനുവദിച്ച് തന്ന ദാനങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതമായിരുന്നു നമ്മളുടേതെന്ന് നമ്മൾ അന്ന് ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇവിടെ 5 താലന്ത് ലഭിച്ച ഒരു വ്യക്തി 5 കൂടെ സമ്പാദിക്കുന്നുണ്ട്. നമ്മൾ ഓർക്കണം, ഈ താലന്തുകളൊക്കെ ഈ വ്യക്തി ദാനമായിട്ടാണ് തൻ്റെ ഭൃത്യന്മാർക്ക് കൊടുത്തത്. അവരുടെ കഴിവ് കണ്ടിട്ട് ദാനമായിട്ട് ഈ 5 താലന്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളൊരു ഉപമയായിട്ടാണ് ബൈബിളിൽ പറയുന്നത്. അപ്പം ഇത് ഭൗതിക സമ്പത്ത് മാത്രമല്ല, ഇതിന് മറ്റു ചില അർത്ഥങ്ങളും കൂടെ ഈ താലന്ത് നൽകുന്നുണ്ട്. അതൊരു പക്ഷേ നമുക്ക് നൽകുന്ന റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തമായിരിക്കും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ചില പ്രത്യേക തിരഞ്ഞെടുപ്പോ ചില പ്രത്യേക അവസരവുമായിരിക്കും.
നമ്മൾ എത്രമാത്രം ഈ അവസരവും വിനിയോഗിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ ഈ ആരാധനയെ നമ്മൾ ചിന്തിക്കണം. ദൈവം നമ്മളെ വളരെ പ്രത്യേകമായി വിളിച്ച് തന്നോട് ചേർത്ത് നിർത്തി സ്നേഹിക്കുമ്പോൾ ആ ഒരു വിളിക്ക് യോഗ്യമായ ഒരു ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മൾ ആരാധനയെ ചിന്തിക്കണം. കാരണം 5 കിട്ടിയവൻ്റെ ഉത്തരവാദിത്തമാണ് 5ഉം കൂടെ സമ്പാദിക്കുക എന്നുള്ളത്. 2 കിട്ടിയവൻ്റെ ഉത്തരവാദിത്തമാണ് 2ഉം കൂടെ സമ്പാദിക്കുക എന്നുള്ളത്. ഇതിനകത്ത് ഒരു അധ്വാനം അത്യാവശ്യമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇത് നമ്മുടെ വിശ്വാസ സത്യവുമായിട്ട്, അതായത് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു, വീണ്ടും വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു കാലത്തിൽ നമ്മൾ ഈശോയെ മുഖാമുഖം കാണുമ്പം ഈശോ നൽകിയ ആ കൃപയ്ക്കനുസരിച്ചൊരു ജീവിതമാണോ നമ്മൾ ജീവിച്ചതെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. കാരണം ഇതെല്ലാം ദാനമാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നത് ഇങ്ങനെയാണ്: അവിടുത്തെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും ആഴമായ ഒരു ബോധ്യമാണ് ദൈവകൃപയില്ലാതെ നമുക്ക് ഒരു ആത്മീയ ജീവിതമില്ല. അതുകൊണ്ടാണ് നമ്മളെല്ലാ 3 മണിക്കൂറിലും ഈ 3-ാം മണിക്കൂറിൽ, ഈ കരുണയുടെ മണിക്കൂറിൽ നമ്മൾ ദൈവത്തിൻ്റെ കരുണ അല്ലെങ്കിൽ ദയ യാചിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആവശ്യം. നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ദൈവകരുണ, ദൈവത്തിൻ്റെ ദയ നമുക്ക് കിട്ടിയേ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ലോകം മുഴുവൻ്റെയും കരുണയ്ക്ക് വേണ്ടി നമ്മൾ ഈ മണിക്കൂറിൽ ദൈവത്തോട്, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യം ഉണ്ടാവണം നമുക്ക്. തുടർന്ന് നമുക്ക് പിന്നീട് അങ്ങേ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ നമ്മൾ നിർത്തുന്നില്ല. നമുക്കെല്ലാവർക്കും പരിചയമുള്ള മറ്റൊരു വചനമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. ഇതിൻ്റെ മറ്റൊരു വശമാണ്. അപ്പം ആരിലൂടെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്? നമുക്കൊരു ആത്മീയ ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുന്നത് ആരിലൂടെയാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. ദൈവത്തിൻ്റെ ദയയും കരുണയുമാണ് നമ്മൾ ഇന്നായിരിക്കുന്ന ഈ ജീവിതാവസ്ഥ. ഇത് വ്യക്തമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്, തന്നാലാവും വിധം സുവിശേഷം പ്രസംഗിച്ച ഒരു വ്യക്തി ബൈബിളിലുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അദ്ദേഹം തിരിച്ചറിയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. 1 കൊരിന്തോസ് 15:10 പൗലോസ്ലിഹ തൻ്റെ നിസ്സഹായ അവസ്ഥ ബോധ്യപ്പെട്ടതിന് ശേഷം ദൈവകൃപയാലാണ് താൻ ജീവിച്ചതെന്നും ദൈവകരുണയാലാണ് താൻ സുവിശേഷം പ്രസംഗിച്ചതെന്നും തനിക്ക് കിട്ടിയ ബോധ്യത്തിൽ ആ മനുഷ്യൻ എഴുതി വെച്ചു. 1 കൊരിന്തോസ് 15:10 ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവകൃപയാലാണ്. അദ്ദേഹം പറയുന്നുണ്ട്, പാപികളിൽ ഞാൻ ഒന്നാമനാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരിടത്ത് ഇദ്ദേഹം പറയുകയാണ്, ഞാൻ മറ്റാരേക്കാളും അധ്വാനിച്ചു. അതാണ് 5 താലന്ത് കിട്ടി, 5 കിട്ടാൻ വേണ്ടി അദ്ദേഹം അത്രമാത്രം അധ്വാനിച്ചു. ഇതുപോലെ ഇന്ന് തിരുസഭ തിരുനാൾ ആഘോഷിക്കുന്ന മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ കേരളക്കരയിലെ വിശുദ്ധ യൗപ്രാസ്യാമ്മ. പ്രാർത്ഥിക്കുന്ന അമ്മയെന്നൊക്കെയാണ് അമ്മയെ വിളിക്കുന്നത്. അമ്മ എപ്പോഴും പറയും, മരിച്ചാലും മറക്കില്ല. ഒരു സഹായം അമ്മയോട് ചെയ്തു കഴിയുമ്പം അമ്മ പറയുന്നൊരു കാര്യമാണ്, മരിച്ചാലും മറക്കില്ല കേട്ടോ. അപ്പം നന്ദിയുള്ള ഒരു ജീവിതം, ദൈവം തന്ന ആ ജീവിതത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യം ലഭിച്ചപ്പോൾ നന്ദിയുള്ള ഒരു ജീവിതം ജീവിച്ച ഒരമ്മ, ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്കായി മാറ്റിവെച്ച ഒരമ്മ. ഇതൊക്കെ നമ്മളെ ഒരുപാട് പ്രചോദിപ്പിക്കേണ്ട ഒരു വലിയ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട്. പൗലോസ്ലിഹയെ പോലെ മറ്റൊരു വ്യക്തി യൗപ്രാസ്യാമ്മ. അതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ 5 താലന്ത് സമ്പാദിച്ചവനോടും 2 സമ്പാദിച്ചവനോടും ദൈവം പറയുന്ന ഒരേ കാര്യം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ നീ വിശ്വസ്തനായതുകൊണ്ട് അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും, നീ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. നമ്മൾ ചിന്തിക്കും, ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കുന്ന ഒരു ദൈവമാണോ? നമ്മളെ മെനഞ്ഞെടുത്ത ദൈവം, നമ്മുടെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ നമ്മളെ വ്യക്തമായി അറിയുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 36-37 തിരുവചനം പറയുന്നുണ്ട്, നീ പറയുന്ന ഓരോ വ്യർത്ഥ വാക്കിനും നീ വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നീ ആസക്തിയോടെ ഒരാളെ നോക്കിയാൽ അതുപോലും തിരിച്ചറിയുന്ന ഒരു ദൈവം, അത്രമാത്രം നിന്നെ അടുത്തറിയുന്ന, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിരുസന്നിധിയിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ
നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ അറിയാവുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ നിമിഷം ആയിരിക്കുന്നതെന്ന ബോധ്യം നമ്മുടെ ഇടയിൽ ഉണ്ടാവണം. ആ ഒരു ബോധ്യം നമുക്കുണ്ടാവാൻ വേണ്ടി നമുക്ക് ഈശോയോട് ഈ ആരാധനയിൽ പ്രത്യേകം പ്രാർത്ഥിക്കും. അതുപോലെ നമുക്ക് ഈ വചനഭാഗം തീരുന്നത് എങ്ങനെയാണ്? ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. നമ്മൾ ക്രൈസ്തവർ ബൈബിളിൽ 40 വർഷം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടെ അലഞ്ഞിരുന്ന സമയത്ത് അവർ ചെയ്ത ഏറ്റവും വലിയ പാപമായിരുന്നു പരാതി പറച്ചിൽ. ഈജിപ്തിൽ ലഭിച്ച സൗഭാഗ്യങ്ങളെക്കുറിച്ച് ബോധ്യം കിട്ടി. ഈജിപ്തിലെ കാര്യമാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ദൈവം നൽകിയ മഹത്തായ ദാനം തിരിച്ചറിയാതെ പരാതി പറയുന്ന ഒരു ജനത്തെ നമുക്ക് കാണാം. അതുകൊണ്ടാണ് പറയുന്നത്, ഉള്ളവന് ലഭിക്കും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടും. ഒരു പരാതി പറയുന്ന ഒരു ജീവിതമാണ്. നമ്മൾ ഈ ആരാധനയിൽ നമ്മൾ വിശ്വസിക്കണം, സർവശക്തനായ ദൈവം ഈ അൾത്താരയിൽ സന്നിഹിതനാകുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനാ നിയോഗത്തിൽ ഇടപെടാൻ കഴിയാത്ത ഒരു ദൈവമാണോ നമ്മുടെ മുമ്പിലായിരിക്കുന്നത്? നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം, സർവശക്തനായ ദൈവം നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്ന, ഇടപെടാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മളായിരിക്കുന്നത്. ആ ഒരു ബോധ്യം നമുക്കും അനേകർക്കും ഉണ്ടാവാനുള്ള കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മറ്റൊന്നും കണ്ടിട്ടല്ല, നിൻ്റെ ദയയാണ് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ തന്നെ മറ്റൊരിടത്ത് എഴുതിയിരിക്കുകയാണ്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം. നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നു, നമ്മളെല്ലാ ദിവസവും അനുദിനം ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ബോധ്യം കൊണ്ടാണ്. ഒരു ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥ, കാരണം ദൈവമില്ലെങ്കിൽ ശ്വാസം കിട്ടാത്ത അവസ്ഥ, ആ ഒരവസ്ഥയിൽ അനുനിമിഷം ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാൻ ഉള്ളൊരാഗ്രഹം നമുക്കുണ്ടാവണം. അതുകൊണ്ടാണ് നമ്മളെല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. കർത്താവേ, അതുകൊണ്ടാണ് അഗസ്റ്റിൻ പറയുന്നത്, അങ്ങേക്കായി അങ്ങനെ സൃഷ്ടിച്ചു, അങ്ങയിൽ വിലയം പ്രാപിക്കുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. ആ ഒരു ബോധ്യം നമ്മൾ ഓരോരുത്തരും നിറയട്ടെ. കാരണം ദൈവസന്നിധിയിൽ നിൽക്കേണ്ട ഒരു കാലം നമുക്കുണ്ടാവും. ആ സമയത്ത് കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച രീതിയിലുള്ള ജീവിതം ജീവിച്ച് അങ്ങയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് പൗലോസ്ലീഹ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ, ഞാൻ എന്തായിരിക്കുന്നോ അത് ദൈവ കൃപയാലാണ്. ആ ഒരു ബോധ്യത്തിൽ അനുനിമിഷം ജീവിക്കുവാനും അങ്ങയുടെ മുമ്പിൽ പരിപൂർണമായി എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ പരിപൂർണരായിരിക്കുമെന്ന വചനം 5:48 മത്തായിയിൽ പറയുന്നത് പോലെ പരിപൂർണതയിൽ ദൈവസന്നിധിയിലായിരിക്കുവാനുള്ള ആഗ്രഹത്തോടെ ആ ഒരു കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഈശോയേ 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 ആശീർവദിക്കണമേ, എന്നെ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.